അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 15 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. തക്ഷകനും ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദമാണ് ഇതിലാദ്യം നമ്മൾ കേൾക്കുന്നത്. സൂത ഉവാച തസ്മിന്നേവ ദിനേ നാംനാ തക്ഷകസ്തം നൃപോത്തമം ശബ്ദം ജ്ഞാത്വാ ഗൃഹാത് പൂർണ്ണം നിസൃത പുരുഷോത്തമാം. വൃദ്ധബ്രാഹ്മണവേഷേണ തക്ഷകപഥി നിർഗത അപശ്യൽ കശ്യപം മാർഗേ വ്രജന്തം നൃപതിം പ്രതി. തമവൃക്ഷൽ പന്നഗോസൗ ബ്രാഹ്മണം ബ്രഹ്മവാദിനം ക്വ ഭവാൻ ത്വരിതോ യാതി കിം ച കാര്യം ചികീർഷതി. കശ്യപ ഉവാച പരീക്ഷിതം നൃപശ്രേഷ്ഠം തക്ഷകശ്ച പ്രധക്ഷ്യതി. തത്രാഹം ത്വരിതോ യാമി നൃപം കർത്തുമപജ്വരം. മന്ത്രോസ്തി മമ വിപ്രേന്ദ്ര വിഷനാശകരഃ കില. ജീവയിഷ്യാമ്യഹം തം വൈ ജീവിതവ്യേധുനാ കില. തക്ഷക ഉവാച അഹം സ പന്നഗോ ബ്രഹ്മംസ്തം ധക്ഷ്യാമി മഹീപതിം. നിവർത്തസ്വ ന ശക്തസ്ത്വം മയാ ദഷ്ടം ചികിത്സിതും. കശ്യപ ഉവാച അഹം ദഷ്ടം ത്വയാ സർപ്പ നൃപം ശബ്ദം ദ്വിജേന വൈ. ജീവയിഷ്യാമ്യസന്ദേഹം കാമം മന്ത്രബലേന വൈ. തക്ഷക ഉവാച യദി ത്വം ജീവിതും യാസി മയാ ദഷ്ടം നൃപോത്തമം. മന്ത്രശക്തിം ബലം വിപ്ര ദർശയ ത്വം
മമാനഘ ധക്ഷ്യാമ്യേനം ച ന്യഗ്രോധം വിശദംഷ്ട്രാഭിരദ്യ വൈ. കശ്യപ ഉവാച ജീവയിഷ്യേ ത്വയാ ദഷ്ടം ദഗ്ധം വാ പന്നഗോത്തമ. സൂത ഉവാച അദശൽപന്നഗോ വൃക്ഷം ഭസ്മസാച്ച ചകാരതം. ഉവാച കശ്യപം ഭൂയോ ജീവയൈനം ദ്വിജോത്തമ. ദൃഷ്ട്വാ ഭസ്മീകൃതം വൃക്ഷം പന്നഗേന വിഷാഗ്നിനാ സർവം ഭസ്മസമാഹൃത്യ കശ്യപോ വാക്യമബ്രവീൽ. പശ്യ മന്ത്രബലം മേദ്യ ന്യഗ്രോധം പന്നഗോത്തമ. ജീവയാമ്യദ്യ വൃക്ഷം വൈ പശ്യതസ്തേ മഹാവിഷ. ഇത്യുക്ത്വാ ജലമാദായ കശ്യപോ മന്ത്രവിത്തമ. സിഷേ ച ഭസ്മരാശിം തം മന്ത്രിതേനൈവ വാരിണ. തദ്വാരിസേചനാജ്ജാതോന്യഗ്രോധ പൂർവവച്ഛുഭ. വിസ്മയം തക്ഷകപ്രാപ്തോ ദൃഷ്ട്വാ തം ജീവിതം നഗം. തമാഹ കശ്യപം നാഗഃ കിമർത്ഥം തേ പരിശ്രമ. സമ്പാദയാമി തം കാമം ബ്രൂഹി ബാഡവവാഞ്ഛിതം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 15 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, രാജാവിനെ മുനിപുത്രൻ ശപിച്ചതറിഞ്ഞ നേരം തക്ഷകനാം സർപ്പം ഗൃഹത്തിൽ നിന്നിറങ്ങി. വൃദ്ധനായ വിപ്രനായി വേഷം കെട്ടി തക്ഷകൻ വഴിയിൽ കശ്യപനെയും കണ്ടു അത്ഭുതം. മന്ത്രവാദി കശ്യപനോടേവം ചോദിച്ചു സർപ്പവും, മഹാമതേ എങ്ങോട്ടാണ് യാത്ര പറയൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കശ്യപൻ പറഞ്ഞു, പരീക്ഷിത്തിനെ സർപ്പമാം തക്ഷകൻ ദംശിക്കും നേരം അദ്ദേഹത്തെ രക്ഷിക്കാനാണ് എന്റെ ഈ യാത്ര. വിഷത്തെ നശിപ്പിക്കുന്ന മന്ത്രമെനിക്കറിഞ്ഞിടാം. ആയുസ്സുള്ളവനാണെങ്കിൽ ജീവിപ്പിക്കും ഞാൻ. തക്ഷകൻ പറഞ്ഞു, ആ സർപ്പമോ ഞാനാണല്ലോ, രാജനെ ഞാൻ കൊല്ലും നൂലം. അങ്ങു വേഗം മടങ്ങുക, രക്ഷ അസാധ്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കശ്യപൻ പറഞ്ഞു, വിപ്രൻ ശപിച്ച രാജനെ നീതം ശിക്ഷാൽ രക്ഷിക്കും ഞാൻ. മമ മന്ത്രത്തിന്റെ ശക്തി അപാരം തന്നെ. തക്ഷകൻ പറഞ്ഞു, രാജാവിനെ ജീവിപ്പിക്കാനാണു ഭവാൻ പോകുന്നെങ്കിൽ മന്ത്രശക്തിയും ബലവും കാണിച്ചു തരൂ. ഞാനിതാ വിഷപ്പല്ലിനാൽ ആൽമരത്തെ കടിക്കുന്നു. കശ്യപൻ പറഞ്ഞു, ദംശിച്ചാലും ദഹിച്ചാലും ജീവിപ്പിക്കും ഞാൻ. സൂതൻ പറഞ്ഞു, സർപ്പം വിഷത്താലെ വൃക്ഷം ഭസ്മമാക്കി പിന്നെ ചൊല്ലി, അങ്ങേതോ വീണ്ടും ജീവൻ നൽകൂ കാണട്ടെ. അങ്ങേതേനു വീണ്ടും ജീവൻ നൽകൂ കാണട്ടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
തക്ഷക വിഷാഗ്നിയാലെ ഭസ്മമായതെല്ലാം കൂട്ടി താപസനം ബ്രാഹ്മണനു ഏവം പറഞ്ഞു. സർപ്പശ്രേഷ്ഠ എന്റെ ശക്തി കണ്ടിടുക, നോക്കി നിൽക്കെ ആത്മരത്തിനിതാ ഞാനും ജീവൻ നൽകുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മന്ത്രവാദി കശ്യപനോ മന്ത്രം ജപിച്ച ജലത്താൽ ഭസ്മത്തിനു മുകളിലായി കളിച്ചുവല്ലോ. ജലസ്പർശത്താലെയാലും തഴച്ചു വളർന്നു നിൽക്കെ സർപ്പരാജൻ തക്ഷകനും വിസ്മിതനായി. എന്തിനാണു വിപ്രോത്തമ അംഗീകാരം ചെയ്തിടുന്നു, എന്തായാലും ആഗ്രഹം ഞാൻ നടത്തിത്തരാം. എന്തിനാണു വിപ്രോത്തമ അംഗീകാര്യം ചെയ്തിടുന്നു, എന്തായാലും ആഗ്രഹം ഞാൻ നടത്തിത്തരാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ മൂകാംബികായൈ നമഃ. ശ്രീ ജ്ഞാനാംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നാം ആരംഭിച്ചിട്ട് ഇന്ന് 148 ദിവസം. ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 10 അധ്യായത്തിൽ ആദ്യത്തെ 15 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് പ്രഭാഷണ രൂപത്തിൽ. ഇവിടെ തക്ഷകനും ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദം, അതാണ് ഈ അധ്യായത്തിൻ്റെ തന്നെ ഒരു സാരം എന്ന് പറയുന്നത്. സൂതം പറഞ്ഞു തുടങ്ങുന്നു. തസ്മിന്നേവ ദിനേ നാംന തക്ഷകസ്തം നൃപോത്തമം ശബ്ദം ജ്ഞാത്വാ ഗൃഹാത്തൂർണം നിസൃത പുരുഷോത്തമ. ഹേ മുനിശ്രേഷ്ഠന്മാരെ, അവിടെ രാജാവിനെ, നൃപോത്തമം, ആ ശ്രേഷ്ഠനായ രാജാവിനെ ബ്രാഹ്മണകുമാരൻ ശപിച്ചു എന്നറിഞ്ഞ അതേ ദിവസം തക്ഷകൻ എന്നു പേരുള്ള സർപ്പം തൻ്റെ ഗൃഹത്തിൽ നിന്നും ഗൃഹാത്തൂർണം നിസൃത അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങനെയാ വന്നത്? വൃദ്ധ ബ്രാഹ്മണവേഷേണ
വൃദ്ധനായ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ് തക്ഷകൻ പുറത്തേക്ക് ഇറങ്ങിയത്, പഥിനിർഗത അവിടെ സഞ്ചരിച്ചത്. അപശ്യൽ കശ്യപം മാർഗേ വ്രജന്തം നൃപതിം പ്രതി. ആ സമയത്ത് വഴിക്ക് വെച്ച് രാജാവിനെ, പരീക്ഷത്തിനെ കാണാൻ പോകുന്ന കശ്യപനെ കണ്ടു ഈ വൃദ്ധബ്രാഹ്മണന്റെ വേഷം കെട്ടിയ നമ്മുടെ തക്ഷകൻ. തമപൃച്ഛൽ പന്നഗോസവും, ബ്രാഹ്മണ മന്ത്രവാദിനും ബ്രാഹ്മണനും മന്ത്രവാദിയുമായിരിക്കുന്ന ആ കശ്യപനോട് തമപൃച്ഛൽ പന്നഗോസൗ, ആ പന്നകം, ആ സർപ്പം തക്ഷകൻ ചോദിച്ചു, ക്വ ഭവാൻ ത്വരിതോ യാതി കിം ച കാര്യം ചികീർഷതി. അങ്ങ് എങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ പോകുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് പോകുന്നത്? കശ്യപൻ ആ തക്ഷകനാണിതെന്ന് മനസ്സിലാവാതെ പറഞ്ഞു, പരീക്ഷിതം നൃപശ്രേഷ്ഠം തക്ഷകശ്ച പ്രദക്ഷ്യതി. മഹാരാജാവായിരിക്കുന്ന പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കും. തത്രാഹം ത്വരിതോ യാമി, അവിടേക്കാണ് ഞാൻ വേഗം പോകുന്നത്. നൃപം കർത്തുമപജ്വരം, എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദംശിച്ചാൽ ആ പരീക്ഷത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മന്ത്രോസ്തി മമ വിപ്രേന്ദ്ര വിഷനാശകരക്കില ജീവയിഷ്യാമ്യഹം തം വൈ ജീവിതവ്യേധുനാക്കില. ഹേ ബ്രാഹ്മണ, ഞാൻ ആ വിഷം നശിപ്പിക്കാൻ കഴിവുള്ള ആളാണ്, എനിക്കതിനുള്ള മന്ത്രം അറിയാം. ഇനി ആയുസ് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തി എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ അധുന, ഇപ്പൊ തന്നെ ജീവിപ്പിക്കും, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഏത് തക്ഷകൻ കടിച്ചാലും അദ്ദേഹത്തെ ജീവിപ്പിക്കാൻ എൻ്റെ മന്ത്രസിദ്ധികൾക്ക് സാധിക്കും. തക്ഷകൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ വൃദ്ധം പറഞ്ഞു, അഹംസ പന്നഗോ ബ്രഹ്മം സ്തം ധക്ഷ്യാമി മഹീപതി. ഞാനാണ് ആ രാജാവിനെ കടിക്കാൻ പോകുന്ന ആ സർപ്പം. തക്ഷകൻ, നിവർത്തസ്വ ശക്തസ്ത്വം മയാദഷ്ടം ചികിത്സിതം. അങ്ങ് വേഗം നിവർത്തസ്വ, വേഗം ഇവിടുന്ന് പൊക്കോളൂ. എന്നാ ശക്തസ്ത്വം, അങ്ങ് ഒരിക്കലും ശക്തനല്ല. എന്തിന്? ഞാൻ കടിച്ചിട്ട് അതിനെ ചികിത്സിച്ച് ഭേദാക്കാൻ അങ്ങയ്ക്ക് കഴിവില്ല. കശ്യപൻ അത് കേട്ടപ്പോൾ പറഞ്ഞു, അഹം ദഷ്ടം ത്വയാ സർപ്പ നൃപം ശബ്ദം ദ്വിജേന വൈ. ഹേ സർപ്പ, ബ്രാഹ്മണൻ ശപിച്ച രാജാവിനെ നീ ദംശിച്ചാൽ ഞാൻ അദ്ദേഹത്തെ മന്ത്രബലം കൊണ്ട് ജീവയിഷ്യാമ്യ അസന്ദേഹം, ഒട്ടും സംശയമില്ല, കാമം മന്ത്രബലേന വൈ, എൻ്റെ കയ്യിലുള്ള മന്ത്രസിദ്ധി കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ജീവിപ്പിക്കും. തക്ഷകൻ പറഞ്ഞു, യതിത്വം ജീവിതം യാസി മയാദഷ്ടം നൃപോത്തമം മന്ത്രശക്തിം ബലം വിപ്ര ദർശയ ത്വം മമാനഖ. ഞാൻ ദംശിക്കാൻ പോകുന്ന രാജാവിനെ ജീവിപ്പിക്കും, അത് അങ്ങക്ക് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങ് അതിനാണ് പോകുന്നതെങ്കിൽ, യാസി, അങ്ങ് പോകുന്നതെങ്കിൽ, ഹേ ബ്രാഹ്മണ, അങ്ങയുടെ മന്ത്രശക്തി, ബലം, ഇതിനെയൊക്കെ എനിക്ക് കാണിച്ചു തരൂ. ധക്ഷ്യാമ്യേനം ച നിഗ്രോധം വിഷദംഷ്ട്രാഭിരദ്യത്വൈ. എൻ്റെ ഈ വിഷദംഷ്ട്രങ്ങളെ കൊണ്ട്, വിഷപ്പല്ലുകളെ കൊണ്ട് ഞാനിതാ നിഗ്രോധം, ഈ ആൽമരത്തെ ദംശിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. കശ്യപൻ പറഞ്ഞു, ജീവയിഷ്യെ ത്വയാദഷ്ടം ദഗ്ധം വാ പന്നഗോത്തമ. സർപ്പശ്രേഷ്ഠ, അങ്ങ് അതിനെ ഇപ്പോ വിഷപ്പല്ലുകളെ കൊണ്ട് അതിനെ ദംശിക്കുകയാണെങ്കിൽ, ദംശിച്ചാലും ദഷ്ടം ദഗ്ധം വാ, ഇനി ദഹിപ്പിച്ചാൽ പോലും ഞാൻ അദ്ദേഹത്തെ ജീവിപ്പിക്കും, അല്ലെങ്കിൽ ഇതിനെ ജീവിപ്പിക്കും. സൂത ഉവാച, സൂതൻ പറഞ്ഞു, അദശൽ പന്നഗോ വൃക്ഷം ഭസ്മസാച്ച ചകാരതം. പന്നകം, ആ സർപ്പം തക്ഷകൻ ആൽമരത്തെ ദംശിച്ചു, അതൊരു പിടി ഭസ്മമായി മാറി. ഉവാച കശ്യപം ഭൂയോ ജീവയേനം ദ്വിജോത്തമ. എന്നിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് ഇതിനെ വീണ്ടും ഒരു ആൽമരമാക്കൂ, ഇതിനെ ജീവിപ്പിക്കൂ. ദൃഷ്ട്വാ ഭസ്മീകൃതം വൃക്ഷം പന്നഗേന വിഷാഗ്നിന സർവം ഭസ്മ സമാഹൃത്യ കശ്യപോ വാക്യമബ്രവീൽ. അപ്പൊ ആ വൃക്ഷം ഒരു പിടി ചാരമായി വീണ് കിടക്കണു. അതൊക്കെ കശ്യപൻ ആ വാരിയെടുത്തു. സർവം ഭസ്മം സമാഹൃത്യ കശ്യപൻ എന്നിട്ടോ വാക്യമബ്രവീൽ, ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? പശ്യ മന്ത്രബലം മേദ്യ നിഗ്രോധം പന്നഗോത്തമ. മഹാവിഷമുള്ള ഹേ പന്നഗോത്തമ, മഹാവിഷ ജീവയാമ്യദ്യ വൃക്ഷം വൈ പശ്യതസ്തേ മഹാവിഷ. ഉഗ്രവിഷമുള്ള ഹേ സർപ്പശ്രേഷ്ഠ, എൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി ഇപ്പൊ കണ്ടോളൂ. നിഗ്രോധം, ഇവിടെ
അങ്ങ് നോക്കി നിൽക്കുക തന്നെ, പശ്യതസ്ഥ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ആൽമരത്തെ ഞാനിതാ ജീവിപ്പിക്കാൻ പോകുന്നു. ഇത്യുക്ത ജലമാതായ കശ്യപോ മന്ത്രവിത്തമ സിഷേച ഭസ്മരാശിം തം മന്ത്രിതേനൈവ വാരിണ. ഇത് പറഞ്ഞും കൊണ്ട് മന്ത്രവേദിയായിരിക്കുന്ന കശ്യപൻ വെള്ളമെടുത്ത് ജപിച്ച് ആ വെള്ളം ഭസ്മക്കൂനയിലേക്ക് തളിച്ചു. തദ്വാരിസേചനാജ്ജാതോ ന്യഗ്രോധപൂർവവച്ഛുഭ വിസ്മയം തക്ഷകപ്രാപ്തോ ദൃഷ്ടുവാ തം ജീവിതം നഗം. ആ ജലം തളിച്ചപ്പോൾ ആൽമരം എങ്ങനെയാണോ മുമ്പ് നിന്നിരുന്നത് അതേപോലെ തന്നെ തദ്വാരിസേചനാജ്ജാതോ ന്യഗ്രോധ പൂർവവച്ഛുഭ പഴയതുപോലെ തന്നെ തഴച്ചു നിൽക്കുന്നതായി. വിസ്മയം തക്ഷക പ്രാപ്തോ ദൃഷ്ടുവാ തം ജീവിതം നഗം. വൃക്ഷം പണ്ടേ പോലെ തന്നെ ജീവിച്ച് കണ്ടപ്പോൾ അത് വീണ്ടും ആ പൂക്കളും തളിരുകളൊക്കെ വരണത് കണ്ടപ്പോൾ അല്ലാതെ പരിഭ്രമിച്ചു, അത്ഭുതപ്പെട്ടു തക്ഷകൻ തമാഹ കശ്യപം നാഗഹ കിമർത്ഥം തേ പരിശ്രമ. ആ സർപ്പശ്രേഷ്ഠൻ തക്ഷകൻ ഈ കശ്യപനോട് ചോദിച്ചു, എന്ത്, അങ്ങ് എന്തിനു വേണ്ടിയാണ്, കിമർത്ഥം തേ പരിശ്രമ, അങ്ങയുടെ ഈ പരിശ്രമം, ഇപ്പൊ രാജാവിനെ അങ്ങ് രക്ഷിക്കാൻ പുറപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. രാജാവിനെ രക്ഷിച്ചത് കൊണ്ട് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അങ്ങ് എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന് പറയൂ. ഹേ ബ്രാഹ്മണ, അങ്ങയുടെ ആഗ്രഹം എന്തായാലും എന്നോട് പറയൂ, അത് ഞാൻ വേണ്ടതുപോലെ സാധിച്ച് തരാം. അങ്ങ് ഇപ്പോൾ പരീക്ഷത്തിനെ രക്ഷിക്കാൻ പുറപ്പെടുകയാണ്. അപ്പോൾ പരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങ് എന്നോട് ആഗ്രഹം പറഞ്ഞാൽ അത് എന്തു തന്നെയാണെങ്കിലും അങ്ങക്ക് ഞാനത് സാധിപ്പിച്ചു തരാം. അതുകൊണ്ട് പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട എന്നുള്ളത് സൂചിപ്പിച്ചു. അതിന് കശ്യപൻ നൽകുന്ന മറുപടിയൊക്കെയാണ് ഇനി നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. എല്ലാവർക്കും ഇന്ന് കുറച്ച് വൈകിയ വേളയിലാണ് എങ്കിലും എല്ലാ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ദീപങ്ങൾ തെളിയിക്കുന്ന ദീപാവലിയുടെ പുണ്യദിവസത്തിൽ ആശംസകൾ നേരുന്നു. ദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിതനൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.